ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇന്ന് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് ആമാശയത്തിൽ വീക്കം വരിക, നെഞ്ചിരിച്ചിലായിട്ട് വരാം, അല്ലെങ്കിൽ പൊളിച്ച് തികട്ടി വരാം, വയറ് വീർക്കുക, അതല്ലെങ്കിൽ വയറ് വേദന അനുഭവപ്പെടുക, വയറിന് എരിച്ചിൽ അനുഭവപ്പെടുക, അതുപോലെ തന്നെ കഫ് ഇങ്ങനെ തൊണ്ടയിൽ കെട്ടി നിൽക്കുന്നത് പോലെ, വയറ് എന്ത് കഴിച്ചാലും വയറിങ്ങനെ ഫുള്ളായ പോലെ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് സാധാരണ കാണിക്കാറുള്ളത് ഗ്യാസ്ട്രൈറ്റിസിന്. ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള പല ആളുകളും ഒരുപാട് മരുന്നുകളൊക്കെ എടുത്ത് മടുത്തവരായിരിക്കും. ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ കാണിക്കുമ്പോൾ അവരെന്താ ചെയ്യുക, അടുത്തുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് ജലൂസിലോ അല്ലെങ്കിൽ പാൻറ്റപ്രസോളോ അതല്ലെങ്കിൽ ആയുർവേദ മെഡിസിൻസൊക്കെ അങ്ങനെ എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ച് അതങ്ങനെ ഒതുക്കി നിർത്തും. എന്നാൽ അസുഖം അങ്ങോട്ട് മാറുകയില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ഗ്യാസ്ട്രൈറ്റിസിന് ഒരുപാട് നാൾ മെഡിസിൻ എടുക്കുന്ന ആളുകളുണ്ട്. എന്നാൽ മെഡിസിൻ എടുക്കുന്ന സമയത്ത് ആശ്വാസം ഉണ്ടാവും, എന്നാൽ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ട് വീണ്ടും വന്ന് കാണാറുണ്ട്. അപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഭക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഈ ഗ്യാസ്ട്രൈറ്റിസ് ആണോ പിന്നീട് അൾസറായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ക്യാൻസറിലോട്ട് ഇത് മാറുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, നടക്കാവ്, കോഴിക്കോട്. ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള പല ആളുകളും ഒ പിയിൽ വന്നിട്ട് പറയാറുണ്ട്, ഡോക്ടർ എരിവും പുളിയൊക്കെ കഴിച്ചിട്ട് കൊല്ലങ്ങളായി, ഒരുപാട് വർഷങ്ങളായി കഴിച്ചിട്ട് നോൺ വെജ് ഒന്നും തീരെ കഴിക്കാറില്ല, എന്നിട്ടും ഈ ബുദ്ധിമുട്ട് മാറുന്നില്ല, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ എരിവും പുളിയൊക്കെ ഒഴിവാക്കേണ്ടി വരുമോ, ഇത് പൂർണ്ണമായിട്ട് മാറില്ലേ എന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും ഈ ഗ്യാസ്ട്രൈറ്റിസിന് സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കുന്ന പേഷ്യൻസ് ചോദിക്കുന്നൊരു ചോദ്യമാണിത്. അപ്പോൾ പലപ്പോഴും ഇത് ഇവർക്ക് മരുന്നെടുക്കുമ്പോൾ ആശ്വാസം കിട്ടാറുണ്ട്, എന്നാൽ ചില ആളുകൾക്ക് മരുന്നെടുത്ത് കഴിഞ്ഞാലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാറില്ല. അപ്പോൾ അതിന് കാരണം ഈ ഗ്യാസ്ട്രൈറ്റിസ് പിന്നീട് അൾസർ അല്ലെങ്കിൽ പുണ്ണ് പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാറുണ്ട്. ഒരുപാട് വർഷം ഈ ഗ്യാസ്ട്രൈറ്റിസ്, അതായത് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് ആമാശയത്തിൽ നീർക്കെട്ട് വരുന്നതാണ്, അതായത് വീക്കം വരിക, നമ്മുടെ ആമാശയം വീക്കം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വീക്കം വരുന്ന സമയത്ത് നമ്മൾ തുടരെ ഈ ഭക്ഷണങ്ങളൊക്കെ എരിവും പുളിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഒന്നും ശ്രദ്ധിക്കാതെ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അവിടെ വ്രണങ്ങളായിട്ട് മാറും. ഇതിന് നമ്മൾ അൾസർ എന്ന് പറയുന്നത്. ഇങ്ങനെ അൾസർ കുറേ കാലങ്ങൾ കൊണ്ട് നടക്കുമ്പോഴാണ് ഇത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ നയിക്കുന്നത്. അപ്പോൾ മരുന്ന് കഴിച്ചിട്ടും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റെ എൻഡോസ്കോപ്പി പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ അൾസർ ഉണ്ടോ എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. പല പേഷ്യൻസ് ചോദിക്കാറുണ്ട്, ഇതിന് ജീവിതകാലം മുഴുവൻ മെഡിസിൻ എടുക്കേണ്ടി വരുമോ, ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഇല്ലേ, കുറേ കാലം ഇങ്ങനെ നെഞ്ചിരിച്ചിലും പുളിച്ച് തികട്ടലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കേണ്ടി വരുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. പലപ്പോഴും ഗ്യാസ്ട്രൈറ്റിസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഹൈപ്പോ അസിഡിറ്റി കാരണോ അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി കൊണ്ടൊക്കെ വരുന്നതാണ്. ചില ആളുകളിൽ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആളുകളിൽ ഹൈപ്പർ അസിഡിറ്റി ആയിരിക്കും, അതായത് നമ്മളെ വയറിൽ ആവശ്യത്തിലേറെ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന കണ്ടീഷൻ ആയിരിക്കും. എന്നാൽ ചില ആളുകളിലാണെങ്കിൽ ഹൈപ്പോ അസിഡിറ്റി ആയിരിക്കാം, അതായത് നമുക്ക് ആവശ്യത്തിൽ കുറവ് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന കണ്ടീഷനാണ് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാം. ചില ആളുകൾക്ക് ഹൈപ്പോ അസിഡിറ്റി ആവാം അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി ആവാം. ഹൈപ്പോ അസിഡിറ്റി ഉള്ള ആളുകളിൽ കൂടുതൽ ബുദ്ധിമുട്ട് വരിക വയറിങ്ങനെ വീർത്തിരിക്കുന്ന പോലെയുള്ള ബുദ്ധിമുട്ടായിരിക്കും. അതായത് എന്ത് ഭക്ഷണം കഴിച്ചാൽ കുറച്ച് കഴിക്കുമ്പോഴേക്കും ഭക്ഷണം മതിയായ പോലെ ഒരു ഫീലിംഗ്, വയറിങ്ങനെ മുട്ടി നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഹൈപ്പോ അസിഡിറ്റി ഉള്ള ആളുകൾക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ, നമുക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് കുറേ സമയം കഴിഞ്ഞാലും വയറിങ്ങനെ നിറഞ്ഞ പോലെ, വയറ് വിശപ്പില്ലാത്തതുപോലെ ഫീൽ ചെയ്യുന്നത് ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകളിലാണ് കണ്ടുവരുന്നത്. എന്നാൽ ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുമ്പോൾ ആസിഡ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണ്. അങ്ങനെയുള്ളവരിലാണ് നെഞ്ചിരിച്ചിൽ, പുളിച്ച് തികട്ടി വരിക, ആസിഡ് റിഫ്ലക്സ്, അതായത് നമുക്ക് രാത്രിയൊക്കെ കിടന്നു കഴിഞ്ഞാൽ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ആസിഡ് മേലോട്ട് കയറിയിട്ട് എരിച്ചിലും അതുപോലെ പുളിച്ച് തികട്ടലൊക്കെ വരുന്നത്. അതുപോലെ ഏമ്പക്കം വരുന്നതും, ഏമ്പക്കം നമുക്ക് ഹൈപ്പോ അസിഡിറ്റിയിലും ഹൈപ്പർ അസിഡിറ്റിയിലും ഏമ്പക്കം വരാറുണ്ട്. എന്നാൽ ഹൈപ്പോ അസിഡിറ്റിയിൽ ഏമ്പക്കം വരുമ്പോൾ അതിൽ പുളിപ്പ് രസമോ അല്ലെങ്കിൽ കയ്പ്പ് രസമോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകളിലാണെങ്കിൽ ഒരു പുളിപ്പ് രസം പോലെയുള്ള ഏമ്പക്കമായിട്ടാണ് വരിക, അല്ലെങ്കിൽ കയ്പ്പ് രസം, നമ്മുടെ വായിലൊക്കെ ഒരു കയ്പ്പ് രസം പോലെ വരാം, വായിൽ ഇടക്കിടക്കായിട്ട് പുണ്ണ് വരാം. ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകളിൽ വായിൽ ഇടക്കിടക്ക് പുണ്ണ് വരാം. അതുപോലെ വായിലൊക്കെ തൊലി പോയ പോലെ പല പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ എന്തോ പൊള്ളിയ പോലെയാണ് വായ, നമ്മൾ ചായയൊക്കെ നല്ല ചൂടിൽ കുടിക്കുമ്പോൾ വായിൽ പൊള്ളിയ ഫീലിംഗ് അനുഭവപ്പെടുമല്ലോ, അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള പല പേഷ്യൻസും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ, ഈ ഒരു എരിച്ചിലും ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നത് ഹൈപ്പർ
അസിഡിറ്റിയിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഗ്യാസ്ട്രൈറ്റിസ് വരാൻ പല കാരണങ്ങളുണ്ട്. നമുക്കറിയാം ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന ആമാശയത്തിൽ വീക്കം വരികയാണ്. ഈ വീക്കം വരുന്നത് പലപ്പോഴും നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്ത ആളുകളിലാണ് കൂടുതലായിട്ട് ഗ്യാസ്ട്രൈറ്റിസ് വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളിൽ ഇത് കണ്ടുവരുന്നതും. കാരണം ഇന്ന് പലപ്പോഴും ഫുഡ് കൃത്യസമയത്ത് പല ആളുകളും കഴിക്കുന്നില്ല. ഇപ്പോൾ രാവിലെയുള്ള ഫുഡ് പല തിരക്ക് കാരണം രാവിലെ ഫുഡ് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഉച്ചഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്, അതല്ലെങ്കിൽ രാത്രി ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ പല തിരക്കുകൾ കാരണം ഇന്ന് ചെറുപ്പക്കാരിലും അതുപോലെ തന്നെ ഈ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളിൽ ഇന്ന് ഒരുപാട് പേരിൽ ഇത് കാണാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ്. കറക്റ്റ് ടൈമിൽ നമ്മൾ ഭക്ഷണം അവിടെ നമ്മുടെ വയറിൽ എത്തിയിട്ടില്ലെങ്കിൽ ആ ടൈമിൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ വയറിൽ ആസിഡ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാവും. അത് ഈ ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കാനുള്ളതാണ്. എന്നാൽ ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഈ ആസിഡാണ് നമ്മുടെ വയറിൻ്റെ ഭാഗത്തേക്ക് നീർക്കെട്ടൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരുപാട് കാലങ്ങൾ ഈ ആസിഡോടെ കിടന്ന് നീർക്കെട്ട് കുറേ കാലം കഴിയുമ്പോൾ പിന്നെ പുണ്ണും അൾസറും ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്കൊക്കെ നയിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ള മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള ഫുഡ്, ഹോട്ടൽ ഫുഡുകൾ. അത് നോൺ വെജ് ആവണം എന്നില്ല, സാധാ മീൽസ് ആണെങ്കിൽ പോലും ഹോട്ടൽ ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിൽ വരാം. ഇതും ചെറുപ്പക്കാരിൽ വരാനുള്ള ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. കാരണം ഇന്നിപ്പോൾ പല ആളുകളും ജോലിയുടെ ഭാഗമൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ വീട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ നമ്മൾ ഹോട്ടൽ ഫുഡുകൾ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്നുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്ന ആളുകളാവാം. ഹോട്ടലിൽ നിന്നൊക്കെ നമുക്കറിയാം പല രാസവസ്തുക്കളൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൂടുതൽ മസാലയൊക്കെയുള്ള ഫുഡുകളായിരിക്കും കൂടുതൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ വീട്ടിൽ വെച്ച് ഉപയോഗിക്കുന്ന പോലെയല്ല ഫുഡുകളല്ല കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ചെറുപ്പക്കാരിൽ കൂടുതലും ഈ ഒരു കാരണം കൊണ്ട് ഗ്യാസ്ട്രൈറ്റിസ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ടെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് കൂടുതൽ കണ്ടുവരുന്നത് ടീനേജേഴ്സിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ മുതിർന്ന ആളുകളിലും ടെൻഷൻ ഉണ്ട്. അവരുടെ ജോലിയുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ മറ്റ് പല ടെൻഷനുകൾ അനുഭവിക്കുന്ന ആളുകളിലും ഇതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ള കാരണമാവാറുണ്ട്. കാരണം ടെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം സ്ട്രെസ്സ് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഹോർമോൺ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ വരാറുണ്ട്. അത് നമ്മുടെ വയറിൽ നമ്മുടെ കുടലിന് ടെൻഷനും അതുപോലെ തന്നെ ഈ കുടലും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. നമ്മുടെ സെക്കൻഡ് ബ്രെയിനാണ് കുടൽ എന്നാണ് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആണെന്ന് പറയാറുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് വയറിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഒരു ഗ്യാസൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പല ആളുകളും പറയാറുണ്ട്, ഡോക്ടർ മനസ്സിനൊരു സുഖമല്ല, എന്തോ ഒരു ബുദ്ധിമുട്ട്, ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ഗ്യാസൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മലബന്ധമൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ദേഷ്യം വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുടലിന് സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കുടലിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് കുടലിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ടെൻഷനുള്ള ആളുകൾ അല്ലെങ്കിൽ സ്ട്രെസ്സിന് മെഡിസിൻ എടുക്കുന്ന ആളുകളിലും ഇതുപോലെ ഗ്യാസ്ട്രൈറ്റിസ് വരാറുണ്ട്. മറ്റൊരു പല കാരണം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മരുന്നുകൾ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സൊക്കെ സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകളിൽ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഈ ടെൻഷനൊക്കെ കൂടുതലുള്ള ആളുകൾ, ഇപ്പോൾ ആൻസൈറ്റിക്കൊക്കെ മെഡിസിൻ എടുക്കുന്ന ആളുകളൊക്കെ സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കുന്ന ആളുകളിൽ ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ചില പേഷ്യൻസിൽ ഇപ്പോൾ തൈറോയിഡിനൊക്കെ മെഡിസിൻ സ്ഥിരമായിട്ട് വെറും വയറ്റിൽ എടുക്കുന്ന ആളുകളിൽ ഗ്യാസ്ട്രൈറ്റിസ് വന്ന് കാണാറുണ്ട്. അതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സ് എടുക്കുന്ന സ്ഥിരമായിട്ട് നമുക്ക് ചെറിയൊരു തലവേദന വരുമ്പോഴേക്കും പെയിൻ കില്ലേഴ്സ് എടുക്കുന്ന അല്ലെങ്കിൽ മൈഗ്രെയിനൊക്കെ ഇഷ്യൂസൊക്കെ ഉള്ള ആളുകളിൽ പെയിൻ കില്ലേഴ്സ് സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ സമയത്തുണ്ടാകുന്ന കഠിന വേദനക്കൊക്കെ പെയിൻ കില്ലേഴ്സ് സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ള സാധ്യത ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് വേദനകൾ, മുട്ടുവേദനയാവാം. പലപ്പോഴും മുട്ടുവേദനയൊക്കെ വരുന്നത് നമുക്ക് വൈറ്റമിൻസിൻ്റെ ഒക്കെ കുറവുകൊണ്ടൊക്കെ ആയിരിക്കാം. അതൊന്നും എടുക്കാതെ പലരും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വേദനയുടെ പെയിൻ കില്ലേഴ്സ് എടുത്തിട്ട് കഴിക്കും. ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് സ്ഥിരമായിട്ട് എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗ്യാസ്ട്രൈറ്റിസിലേക്ക് നയിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഇന്ന് ചെറുപ്പക്കാരിലും അതുപോലെ തന്നെ ഇന്ന് ഈ കോമൺ ആയിട്ട് എല്ലാ ആളുകളിലും ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാരണങ്ങളാണ്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതും, ഹോട്ടൽ ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതും, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മരുന്നുകൾ സ്ഥിരമായിട്ട് എടുക്കുന്നതും, അതുപോലെ ടെൻഷന് കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ആളുകളിൽ ഈ ഒരു 4 പ്രധാന കാരണങ്ങളാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് പുകവലി, മദ്യപാന ശീലമുള്ള ആളുകളിലും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഇഷ്യൂസ് കാണിക്കാറുണ്ട്. അതുപോലെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കാനുള്ള മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ ആണ്. അത് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആളുകളിലും മിക്ക ആളുകളിലും ഈ ഒരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷനും വരാറുണ്ട്. കാരണം ഈ നീർക്കെട്ട് വരുമ്പോൾ അവിടെ ചീത്ത ബാക്ടീരിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആളുകളിലും ഈ എച്ച് പൈലോറി ബാക്ടീരിയ പോസിറ്റീവായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് പല ആളുകൾക്കും ഈ ഒരു ബാക്ടീരിയ
കോമൺ ആയിട്ടായിരിക്കും വരുന്നത്. പണ്ടൊക്കെ പേഷ്യൻസ് ഒ പിയിൽ വന്നിട്ട് പറയാം ഡോക്ടർ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ആണെന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇന്ന് പല ആളുകളും ഒ പിയിൽ വന്നിട്ട് പറയാം ഡോക്ടർ എനിക്ക് ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ ആണ്, ചീത്ത ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ആണ് എന്നാണ് പറയുക. അത്രയും കോമൺ ആയിട്ട് വരുന്ന ഒരു അസുഖമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ഹെലിക്കോബാക്ടർ പൈലോറിയുടെ ഇൻഫെക്ഷൻ. അത് കൂടുതലും ഈ ഗ്യാസ്ട്രൈറ്റിസിന് കാരണമാക്കുന്ന ഒരു ഇൻഫെക്ഷനാണ്, ഈ ചീത്ത ബാക്ടീരിയ ആണ് ഇത് ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസ് പറയുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് ഡോക്ടർ എന്ത് കഴിച്ചാലും ഗ്യാസ് കയറുകയാണ്, വയറിൽ ഇങ്ങനെ വീർത്തിരിക്കുകയാണ്, അവിടെ ഇവിടെയായിട്ട് വേദന അനുഭവപ്പെടുകയാണ് എന്നുള്ളത് പറയാറുണ്ട്. കഴിച്ചിട്ടില്ലെങ്കിലും ഗ്യാസ് വരാറുണ്ട്, കഴിച്ചാലും ഗ്യാസ് ആണെന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്യാസ് പെട്ടെന്ന് വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ദഹനക്കുറവാണ്. ദഹനക്കുറവുള്ള ആളുകളിൽ ഗ്യാസ് ഇങ്ങനെ പെട്ടെന്ന് കയറി വരാറുണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ചായ കാപ്പിയുടെ ഉപയോഗം ഗ്യാസ് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഫൈബർ കുറവുള്ള ഫുഡുകൾ, സ്ഥിരമായിട്ട് ഫൈബർ കുറവുള്ള ഫുഡുകളാണ് കഴിക്കുന്നവരിൽ ഇതുപോലെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാം. അതുപോലെ തന്നെ നമ്മൾ ഡയറ്റിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നന്നായിട്ട് ഫൈബർ കുറവുള്ള ആളുകൾ പെട്ടെന്ന് ഫൈബർ റിച്ച് ആക്കുക, ഡയറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഫൈബർ കൂടുതലുള്ള ഫുഡുകൾ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ഇതുപോലെ ഗ്യാസ് കയറിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം. അതുപോലെ തന്നെ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ കുടലിൽ ചലനശേഷി കുറവായിരിക്കും. കൂടുതൽ ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് കുടലിൻ്റെ ചലനശേഷി കുറവായിരിക്കും. അങ്ങനെ വരുന്നവരിലും ഇതുപോലെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാണിക്കാറുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഈ ഗ്യാസ്ട്രൈറ്റിസിന് ഒരു പ്രധാന കാരണം, ഗ്യാസ്ട്രൈറ്റിസിൻ്റെ കൂടെ തന്നെ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഹെലിക്കോബാക്ടർ പൈലോറിയുടെ, അതായത് ചീത്ത ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ, ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം രാവിലെ വെറും വയറ്റിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് പൈലോറി ബാക്ടീരിയയുടെ ഇൻഫെക്ഷന് കുറച്ച് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷനെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഫുഡാണ് ഇരട്ടി മധുരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നന്നാരി, ഇതും സ്ഥിരമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കുടലിൽ ഇതുപോലെ ചീത്ത ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കരിഞ്ജീരകം, അതുപോലത്തെ ഇരട്ടി മധുരം, നന്നാരിയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ യോഗേട്ട് വളരെ നല്ലതാണ്. യോഗേട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം തൈര്, കട്ടത്തൈര്, അത് പുളിയില്ലാത്തത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പഴങ്കഞ്ഞി ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. ഈ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ജീരകവെള്ളം സ്ഥിരമായിട്ട് രാവിലെ വെറും വയറ്റിൽ ജീരകവെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ, ബ്ലോട്ടിംഗ് ഒക്കെ ഉള്ള ആളുകൾക്ക് വളരെ ആശ്വാസം കിട്ടാറുണ്ട്. എച്ച് പൈലോറി ബാക്ടീരിയ നമുക്കറിയാം ഒരു ചീത്ത ബാക്ടീരിയയാണ്. അപ്പോൾ ഈ ബാക്ടീരിയയുടെ കൂടുതൽ ഫുഡ് എന്ന് പറയുന്നത് സാൾട്ടാണ്, അതായത് ഉപ്പാണ്. ഉപ്പ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്ടീരിയയുടെ ഇത് കൂടുതലാവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ നിക്കൽ അടങ്ങിയിട്ടുള്ള ഫുഡുകളും ഈ ഒരു ബാക്ടീരിയയുടെ ഭക്ഷണമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകൾ പരമാവധി കുറക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതലായിട്ട് നമുക്കറിയാം നിക്കൽ അടങ്ങിയിട്ടുള്ളത് പയർ വർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങളിൽ, അതുപോലെ ധാന്യങ്ങൾ, അരി, ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് നിക്കൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ പരമാവധി കൺട്രോൾ ആക്കുക, അതായത് അരി ഭക്ഷണമൊക്കെ കുറക്കുക. ഇങ്ങനെ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് മാത്രം ഒരു നേരം മാത്രം അരി ഭക്ഷണമാക്കുക, രാത്രിയിൽ അതിന് പകരം നമ്മൾ മറ്റ് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ഈ ധാന്യങ്ങളും അത് പയർ വർഗ്ഗങ്ങളിലാണ് കൂടുതൽ നിക്കലുള്ളത് കൊണ്ടാണ് ആ ഒരു ഭക്ഷണം കൺട്രോൾ ആക്കാൻ പറയുന്നത്. പുറമായിട്ട് ഒഴിവാക്കാനല്ല പറയുന്നത്, നമ്മൾ കൺട്രോൾ ആക്കുക. അതുപോലെ തന്നെ ഉപ്പ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, ഉപ്പ് കൂടുതലുള്ള പാക്കേജ്ഡ് ഫുഡുകൾ, അച്ചാറുകൾ, പപ്പടം, ഉണക്കമീൻ, ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത്തരം ഫുഡുകളൊക്കെ ഒഴിവാക്കുക. ഇതും ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളും പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ട്സിൽ തന്നെ സിട്രസ് പഴങ്ങൾ നമ്മൾ കഴിക്കുന്നത് ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം സിട്രസ് പഴങ്ങൾ നമുക്കറിയാം സിട്രിക് ആസിഡ് കൂടുതലുള്ള പഴങ്ങളാണ്, അതായത് പുളിയുള്ള പഴങ്ങൾ. നമുക്കറിയാം ഓറഞ്ച്, മുന്തിരി, മുസമ്പി പോലെയുള്ള ഫുഡുകളിലൊക്കെ ഒരുപാട് പുളിയുള്ള സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക. അത്തരം ഫ്രൂട്ട്സുകൾ, അതുപോലെ തന്നെ പച്ചക്കറികൾ, എല്ലാ പച്ചക്കറികളും നമുക്ക് കഴിക്കാം. പച്ചക്കറികൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലും ഈ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷനൊക്കെ കുറയാനും നല്ല ബാക്ടീരിയ വളരാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടെ ഈ ഒരു എച്ച് പൈലോറി ബാക്ടീരിയ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഇന്ന് കോമൺ ആയിട്ട് ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ള കാരണങ്ങൾ പറഞ്ഞു. അപ്പോൾ ടെൻഷൻ ഒഴിവാക്കുക, അതുപോലെ തന്നെ പുകവലി, മദ്യപാന ശീലമുള്ള
ഉള്ള ആളുകളൊക്കെ അത് പരമാവധി ഒഴിവാക്കുക. അതുപോലെ വ്യായാമം ചെയ്യുക. വ്യായാമം എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു 30-45 മിനിറ്റ് ഡെയിലി വ്യായാമം ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത്, അതായത് കുടലിൻ്റെ ഹെൽത്ത് പ്രോപ്പറായിട്ട് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഇഷ്യൂസ് കൂടുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉറക്കം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു മിനിമം ഒരു 7 മുതൽ 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൃത്യമായ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കുക. ഒരു നേരത്തെ ഫുഡും ഒഴിവാക്കരുത്. ഇടയ്ക്കിടയ്ക്കായിട്ട് വിശക്കുന്ന ആളുകളാണെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കുക. ഇങ്ങനെ വയറ് കാലിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ആസിഡ് വന്നിട്ട് ഇതുപോലെ ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നൊരു പ്രശ്നമാണ്, ഇത് ഗ്യാസ്ട്രൈറ്റിസ് എപ്പോഴാണ് ഇത് ക്യാൻസറിലോട്ട് നയിക്കുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ക്യാൻസറിലോട്ട് പോകുന്ന ഒരു അസുഖമൊന്നുമല്ല. ഗ്യാസ്ട്രൈറ്റിസ് ആണെന്ന് വിചാരിച്ച് ഇത് ക്യാൻസറിലോട്ട് പോകുമെന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് ക്യാൻസർ ആവുന്നതല്ല. നമ്മൾ സ്ഥിരമായിട്ട് മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ അവഗണിച്ച് നമ്മൾ ഫുഡൊന്നും ശ്രദ്ധിക്കുന്നില്ല, സ്ഥിരമായിട്ട് പുറത്തുനിന്നുള്ള ഫുഡുകൾ അല്ലെങ്കിൽ എരിവും പുളിയൊക്കെ കൂടുതൽ മസാല അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഗ്യാസ്ട്രൈറ്റിസ് പിന്നീട് മറ്റ് അസുഖങ്ങളിലേക്ക് പോവുള്ളൂ. അത് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആളുകളിലാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് ക്യാൻസറിലോട്ട് പോകുന്ന ഒരു അസുഖമല്ല ഗ്യാസ്ട്രൈറ്റിസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, നെഞ്ചിരിച്ചൽ, പൊളിച്ച് തികട്ടൽ, ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് അൾസറിലോട്ടോ അല്ലെങ്കിൽ ക്യാൻസറിലോട്ടോ ഒന്നും പോകാതെ തന്നെ നമുക്കിത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ നമ്മളിതിൽ ചെയ്യുന്നത് ഓരോ പേഷ്യൻറ്റിൻ്റെയും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവരോട് ചോദിച്ചിട്ട് കമ്പ്യൂട്ടറിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടെ കമ്പ്യൂട്ടറിലേക്ക് എല്ലാ ലക്ഷണങ്ങളും കയറ്റി ഇവരുടെ രോഗനിർണയം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നത്, അതിൻ്റെ കാരണങ്ങൾ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങളൊക്കെ നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, നടക്കാവ്, കോഴിക്കോട്.